2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി UDFനെ അധികാരത്തിലെത്തിക്കുന്നതിന് കൃത്യമായ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ കീറാമുട്ടി എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമാണ്. പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന തീയതി വരെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ നീണ്ടുപോകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വന്ന ഉടൻ തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞിരുന്നു എന്നത് കാര്യമായ ഒരു ശൈലി മാറ്റമായി കേരളം കൗതുകത്തോടുകൂടി വീക്ഷിച്ച ഒരു വിഷയമാണ്. അതേ ശൈലി തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 ഫെബ്രുവരി മാസത്തിൽ തന്നെ ഏറെക്കുറെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുവാനും സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിൽ സജീവമാക്കുവാനുമാണ് അവരുടെ ഇപ്പോഴത്തെ ആലോചന എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ 4 DCC അധ്യക്ഷന്മാർ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ ഏതൊക്കെ ജില്ലാ അധ്യക്ഷന്മാരായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്, അവരെ പരിഗണിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്നീ വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം 2021 അധികാരത്തിന് പുറത്തായതിനു ശേഷം കോൺഗ്രസിൽ പുനഃസംഘടന നടത്തി 14 ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിച്ചിരുന്നു. ഇതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു DCC അധ്യക്ഷനായിട്ടാണ് മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയിയെ കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും നോക്കിക്കാണുന്നത്. VS ജോയിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി ഇതര പാർട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ LDFിലുള്ള പാർട്ടികളിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് എത്തിച്ചേർന്നതും അംഗത്വമെടുത്തതും സജീവമായി ഇന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗത്തുള്ളതും. 2025 PV അൻവറിൻ്റെ രാജിയെ തുടർന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായ ഘട്ടത്തിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് VS ജോയിയുടെ പേര് സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണിക്കണമെന്ന് വലിയ മുറവിളി ഉയർന്നു വന്നിരുന്നു. AICC ഉൾപ്പെടെ നടത്തിയ നിരവധി സർവേകളിലും VS ജോയിക്ക് കൃത്യമായി മുൻപിലെത്തുവാനും സാധിച്ചിരുന്നു. എന്നാൽ PV അൻവർ ആര്യാടൻ ഷൗക്കത്തിനെതിരെ കൊലവിളി മുഴക്കിയപ്പോൾ അൻവറിൻ്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റി എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെടും എന്ന ഭയത്തിൻ്റെ പേരിൽ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുവാനും VS ജോയിയെ മാറ്റി നിർത്തുവാനും കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തത്. ഒരു വിമതസ്വരവും ഉയർത്താതെ ഒരു പരിഭവവും പറയാതെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു കപ്പിത്താനെ പോലെ മുന്നിട്ട് നിന്നിരുന്നത് VS ജോയിയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ തേര് തെളിച്ച പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായി VS ജോയി പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഘട്ടത്തിൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS ജോയി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു എന്നത് അരക്കെട്ട് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. VS ജോയിയെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിന്നായിരിക്കും അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കുടിയേറ്റ കർഷക ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഈ മണ്ഡലത്തിൽ നിർണായകമായ മുസ്ലിം വോട്ടുകൾ UDF പക്ഷത്തിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ ലീഗിനും കോൺഗ്രസിനും അനായാസം സാധിക്കും. ക്രൈസ്തവ വോട്ടുകളിലേക്ക് BJPയുടെയും ഇടതുപക്ഷത്തിൻ്റെയും കടന്നുകയറ്റം തടയുന്നതിനായി VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും എന്നുള്ള വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മണ്ഡലം തിരികെ പിടിക്കുവാൻ മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയിയെ 2026 പാർട്ടി നിയോഗിക്കുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു കാര്യം ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഉറപ്പു പറയാം, VS ജോയി സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ തിരുവമ്പാടി കൈ പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി കേരളത്തിൽ നിന്നും മറ്റൊരു DCC അധ്യക്ഷൻ മത്സരിക്കുന്നത് എറണാകുളം ജില്ലയിലെ DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസാണ്. VS ജോയിയെ പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടാണ് മുഹമ്മദ് ഷിയാസ് അറിയപ്പെടുന്നത്. സമരരംഗങ്ങളിൽ ഉൾപ്പെടെയുള്ള തീക്ഷ്ണ സാന്നിധ്യമാണ് മുഹമ്മദ് ഷിയാസ്. അതിനാൽ തന്നെ എറണാകുളത്തെ പാർട്ടി പ്രവർത്തകരുടെ ആരാധ്യ പുരുഷൻ കൂടിയാണ് ഷിയാസ്. എറണാകുളം ജില്ലയിൽ മാത്രമല്ല, മുഹമ്മദ് ഷിയാസ് എന്ന മാസ് ലീഡർക്ക് കേരളത്തിലെമ്പാടും വലിയൊരു ആരാധക വൃന്ദം DCC അധ്യക്ഷൻ എന്ന നിലയിലുള്ള എറണാകുളത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം ഈ കഴിഞ്ഞ കാലയളവിൽ സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുതയും ഈ ഘട്ടത്തിൽ നാം പരിഗണിക്കേണ്ടതാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് കളമശ്ശേരി എന്ന CPMൻ്റെ സിറ്റിംഗ് സീറ്റിൽ, അതായത് വ്യവസായ മന്ത്രിയായ P രാജീവിൻ്റെ സീറ്റിൽ നിന്ന് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആഗ്രഹം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗായിരുന്നു ഈ മണ്ഡലത്തിൽ മത്സരിച്ചത്. അതിനു മുമ്പും ലീഗിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റായിരുന്നു എന്നതിനാൽ തന്നെ എറണാകുളം ജില്ലയിൽ കൊച്ചി, കളമശ്ശേരി സീറ്റുകൾ കോൺഗ്രസും ലീഗും തമ്മിൽ വെച്ചുമാറുവാനും കളമശ്ശേരി സീറ്റിൽ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുവാനുമാണ് ഇപ്പോൾ UDFിൽ ആലോചന നടക്കുന്നത്. ഏറെക്കുറെ കോൺഗ്രസും ലീഗും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടായിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്.
മുഹമ്മദ് ഷിയ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ LDF പിടിച്ച സീറ്റുകളിലൊന്ന് 2026 ഉറപ്പായും തിരികെ പിടിക്കാമെന്നും അത് കളമശ്ശേരിയായിരിക്കുമെന്ന ചിന്തയിലേക്ക് കോൺഗ്രസ് UDF പ്രവർത്തകർ ഒരുപോലെ എത്തിയതിൻ്റെ ഫലമായിട്ടാണ് UDFിൻ്റെ നേതൃതലത്തിൽ തന്നെ ഇത്തരമൊരു വെച്ചുമാറ്റത്തിന് കളമൊരുങ്ങുന്നത് എന്ന വസ്തുതയും മറന്നുകൂടാ. മൂന്നാമതായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുള്ള ഒരു DCC അധ്യക്ഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് DCC അധ്യക്ഷനായ അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4.25 വർഷക്കാലം പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. UDFുമായി ചേർന്ന് നിന്നുകൊണ്ട്, ലീഗുമായി ചേർന്ന് നിന്നുകൊണ്ട് UDFിനെ ടീം UDFായി മുന്നോട്ട് നയിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. 2016 2021 ശക്തമായ ഇടത് തരംഗത്തിനിടയിലും ഇടത് കോട്ടയായിരുന്ന നാദാപുരം സീറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് പ്രവീൺ കുമാർ. പ്രവീൺ കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2016 2021 നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ശക്തമായ തരംഗം ആഞ്ഞടിച്ചപ്പോൾ പോലും കേവലം 4000-ഓളം വോട്ടുകൾക്കാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും നാദാപുരത്ത് അദ്ദേഹം പരാജയപ്പെട്ടത്. അതിനാൽ തന്നെ മൂന്നാം അംഗത്തിന് നാദാപുരം മണ്ഡലത്തിൽ പ്രവീൺ കുമാർ ഇറങ്ങിയാൽ ജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടുകളും പ്രതികരണങ്ങളും തന്നെയാണ് നാദാപുരത്തെ വോട്ടർമാർക്കിടയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. കോഴിക്കോട് DCCക്ക് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചും പാർട്ടി പ്രവർത്തകരുടെ ഹീറോയായി മാറിയ വ്യക്തിത്വം കൂടിയാണ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ. അതിനാൽ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ കോഴിക്കോടിൻ്റെ DCC പ്രസിഡന്റ് എന്ന നിലയിൽ നാദാപുരം സീറ്റിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ തന്നെ പാർട്ടി വൃത്തങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. നാലാമതായി കോട്ടയം ജില്ലയിലെ DCC അധ്യക്ഷനായ ശ്രീ നാട്ടകം സുരേഷാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന മറ്റൊരു പ്രസിഡന്റ് എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ അത്ഭുതകരമായ അല്ലെങ്കിൽ ഉജ്ജ്വലമായ വിജയം തന്നെയാണ് നാട്ടകം സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നത് എന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ടാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയത്. അതിനാൽ തന്നെ എല്ലാ കാലത്തും UDFിനോട് ചേർന്ന് നിന്നിരുന്ന UDFിൻ്റെ കോട്ടയായിരുന്ന കോട്ടയം 2020 UDFിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഏറെക്കുറെ നഗരസഭകളിൽ മാത്രമാണ് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഉറച്ച കോട്ടയായിരുന്ന കോട്ടയം നഗരസഭയിലടക്കം LDFിൻ്റെ സീറ്റിൽ വൻ കുതിപ്പുണ്ടായപ്പോൾ UDFിൻ്റെ സീറ്റിൽ വൻ ഇടിവാണ് ഉണ്ടായത്. ടോസിൻ്റെ ആനുകൂല്യത്തിൽ മാത്രമായാണ് കഴിഞ്ഞ 5 വർഷം കോട്ടയം നഗരസഭയുടെ ഭരണം നിലനിർത്തുവാനും UDFിന് സാധിച്ചത്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്തും കോട്ടയം ജില്ലയിലെ 90% നഗരസഭകളും 70%-ഓളം ഗ്രാമപഞ്ചായത്തുകളും 80%-ലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിലും അധികാരം നേടുവാൻ UDFിന് സാധിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ഉറച്ച കോട്ടകളിലടക്കം UDFിൻ്റെ വലിയ കടന്നുകയറ്റമാണ് ഉണ്ടായത്. അത്ഭുതകരമായ വിജയമായിരുന്നു UDFിന് പല പഞ്ചായത്തുകളിലും ഉണ്ടായിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി UDF അധികാരത്തിന് പുറത്തു നിൽക്കുന്ന പല പഞ്ചായത്തുകളിലും ഇത്തവണ അധികാരം ഉറപ്പിക്കുവാൻ UDFിന് കേരള കോൺഗ്രസിൻ്റെ അഭാവത്തിലും സാധിച്ചു എന്നുള്ളത് നാട്ടകം സുരേഷിൻ്റെ സ്ഥാനാർത്ഥി സാധ്യതകൾക്ക് വലിയ കരുത്തു പകരുന്ന ഒരു ഘടകമാണ്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാട്ടകം സുരേഷ് കോട്ടയം ജില്ലയിൽ VN വാസവൻ പ്രതിനിധിയായിരിക്കുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരത്തിനിറങ്ങുക. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് ഈ സീറ്റിൽ നിന്നും മത്സരിച്ചത്. അന്ന് അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ് എന്ന യുവ നേതാവ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വളരെ ആകസ്മികമായി വേളാങ്കണ്ണി തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ ട്രെയിനിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ച് മരണത്തിന് കീഴടങ്ങിയത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാട്ടകം സുരേഷിന് വേണ്ടി ഏറ്റുമാനൂർ സീറ്റ് വിട്ടുകൊടുക്കുവാൻ ജോസഫ് ഗ്രൂപ്പ് ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. 2024 കോട്ടയം പാർലമെൻറ്റ് സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുത്തപ്പോൾ തന്നെ ഏറ്റുമാനൂർ തിരികെ വേണമെന്ന നിബന്ധന കോൺഗ്രസ് നേതൃത്വം മുൻപോട്ട് വെച്ചിരുന്നു. തത്വത്തിൽ ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സമയത്ത് തന്നെ കോട്ടയം സീറ്റ് കോൺഗ്രസിനാണ് എന്ന് മുന്നണിക്കുള്ളിൽ ധാരണയായിരുന്നു എന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നാട്ടകം സുരേഷിനെ സംബന്ധിച്ചിടത്തോളം VN വാസവൻ എന്ന അതികായനെ പരാജയപ്പെടുത്തുക അസാധ്യമാണ് എന്ന് വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വാസവനെ പോലും തോൽപ്പിക്കാമെന്ന നിലയിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. CPMൻ്റെ ഉരുക്കുകോട്ടയായ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ കുമരകം ഡിവിഷനിൽ നിന്ന് UDFിൻ്റെ യുവനേതാവ് കോൺഗ്രസിൻ്റെ യുവനേതാവ് PK വൈശാഖ് വിജയിച്ചു കയറിയത് 1650-ലധികം വോട്ടുകളുടെ
ഭൂരിപക്ഷത്തിലായിരുന്നു. CPM-നു വേണ്ടി VN വാസവൻ വീട് കയറി പ്രചരണം നടത്തിയിടത്താണ് അത്ഭുതകരമായ ഈ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് PK വൈശാഖ് വിജയിച്ചു കയറിയത്. അതിനാൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഉരുക്കുകോട്ടയായ കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പോലും കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നാട്ടകം സുരേഷിനെ 2026-ൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി ചേർത്ത് നിർത്തുവാൻ കഴിഞ്ഞാൽ നാട്ടകം സുരേഷിന് ഏറ്റുമാനൂരിൽ നിന്ന് VN വാസവനെ അനായാസം പരാജയപ്പെടുത്തുവാൻ കഴിയുമെന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിലെ 14 DCC അധ്യക്ഷന്മാരിൽ 4 പേരായിരിക്കും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരത്തിനിറങ്ങുക എന്ന വിവരമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.